ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ബീഡ്സ് വർക്കിൻ്റെ 7ാമത്തെ ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ബീഡ്സ് വർക്ക് ചെയ്യാൻ നോക്കാം. തംബ്നെയിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ മോട്ടീഫ് എടുത്തിട്ടുണ്ട്. ഇത് പോപ്പിളിൻ്റെ ക്ലോത്താണ് കേട്ടോ. പിന്നെ ഒരു 7 ഇഞ്ചിൻ്റെ ഫ്രെയിമിൽ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഫ്രെയിം എംബ്രോയിഡറി സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എംബ്രോയിഡറി സ്റ്റാൻഡിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം. പിന്നെ ക്ലോത്ത് എങ്ങനെയാണ് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ഇതിക്ക് പകർത്തി വരച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നൊന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ഞാനിതാ ഈ ഡിസൈനാണ് നമ്മൾ തംബ്നെയിൽ കണ്ടല്ലോ, ഈ ഡിസൈനാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ക്ലോത്തിലേക്ക് പകർത്തി വരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാർബൺ പേപ്പറാണ് കേട്ടോ. യെല്ലോ കാർബണാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതാ യെല്ലോ കളറ് ക്ലോത്തിൽ തട്ടുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഇത് നമ്മളെ ഏത് പിക്ചറാണോ വരയ്ക്കുന്നത് ആ പിക്ചറും കൂടെ വരച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് പെന്ന് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിക്ചർ നമ്മളെ ക്ലോത്തിലേക്ക് ട്രേസ് ആയിട്ട് കിട്ടും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. ഫാഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ അറിയണ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതാ കട്ട് ബീഡാണ്. നമ്മളൊരു ബ്ലാക്ക് കളർ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. തംബ്നെയിൽ കണ്ട പിക്ചറിൽ നമ്മൾ ഒരു ഗോൾഡൻ കളർ കട്ട് ബീഡാണ് കേട്ടോ അതിൽ യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്കൊരു എംബ്രോയിഡറി ത്രെഡ് ആവശ്യമുണ്ട്. അതിനാണ് ഞാനൊരു റോസ് കളറ് എംബ്രോയിഡറി ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ നീഡിലിൽ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റോസ് കളർ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് 3 ത്രെഡ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു വർക്കും കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ട്രേസ് എടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ ഒരു ഡിസൈനും കൂടി നമ്മളെ പിക്ചറിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ട്രേസ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ നമ്മളതൊന്ന് അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലാക്ക് കട്ട് ബീഡ് മാത്രമല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ കുറച്ച് സ്വീക്വൻസും കൂടെ യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മളൊരു കട്ട് ബീഡ് ഇട്ടിട്ട് ഒരു സ്വീക്വൻസും കൂടെ ഇട്ടിട്ടാണ് ആ സെൻറ്ററിലുള്ള പോയിൻറ്റുകൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയില്ലേ അതിൽ നമ്മൾ വർക്ക് ചെയ്യണത്. അത് നേരത്തെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീക്വൻസും എടുത്തിട്ടുണ്ട്, പിന്നെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. അത്ര മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ ഒരു കട്ട് ബീഡും അതുപോലെ ഒരു സീക്വൻസും വെച്ചിട്ട് അതിനുശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഇതിലോട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ബ്ലാക്ക് കളർ കട്ട് ബീഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്റ്റിച്ചും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി ക്ലാസ്സിൽ 40ഓളം എംബ്രോയിഡറി സ്റ്റിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ബീഡ്സ് വർക്കിൻ്റെ ക്ലാസ്സാണ്. ബീഡ്സ് വർക്കിൽ നമ്മൾ 7ാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇന്ന് ഇടാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
അതിനായിട്ട് നമ്മൾ ഓരോ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓരോ കട്ട് ബീഡ് ഇട്ടിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ബീഡ് എങ്ങനെയാണ് കോർക്കുക എന്നുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബീഡ് വർക്കിൻ്റെ ക്ലാസ് ആയിരുന്നു. അതൊന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ വൃത്തിയിലൊക്കെ കട്ട് ബീഡ് കൊണ്ട് കോർക്കാൻ വേണ്ടി പറ്റുകയെന്നൊക്കെ അതിൽ ഒരുപാട് രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കട്ട് ബീഡ് വെച്ചിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ലൈന് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 2-3-4 കട്ട് ബീഡ് ഇട്ടിട്ട് ലാസ്റ്റത്തെ 1-2 കട്ട് ബീഡിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് കുത്തിയെടുത്തിട്ട് അതിലൂടെ കോർത്തിട്ട് കുറച്ച് ബീഡും കൂടെ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഒരു ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്നും ഒരു കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുത്ത ഇതൾ ആദ്യം മുതലേ കട്ട് ബീഡ് ഇട്ടിട്ട് തുടർത്തിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ല ഓരോ ഭാഗത്തും നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലെ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രെഡിൻ്റെ കളറും ചെറുതായിട്ട് അവിടെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്
നീഡിലൊക്കെ വളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത കാരണം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഇതളുകൾക്കൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ബീഡ് വെച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓരോ ഇതളിൻ്റെ ഉള്ളിലൂടെ ഒരു 3 ലൈനായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ചെയിൻ സ്റ്റിച്ചൊക്കെ. അപ്പോൾ ചെറിയ രീതിയിൽ ചെറുതാക്കിയിട്ട് നമ്മളൊന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എംബ്രോയ്ഡറിയിൽ 40ഓളം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ എംബ്രോയ്ഡറി സ്റ്റിച്ചും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഒരു ചെറിയ രീതിയിൽ ചെറുതാക്കിയിട്ട് നമ്മൾക്കൊരു ചെയിൻ സ്റ്റിച്ച് കുറച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലും കൂടെ നമുക്കൊരു സ്റ്റോൺ ഒട്ടിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ ഈ ഗമ്മാണ്. ഇത് വെച്ചിട്ട് ആ സ്റ്റോൺ ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഓരോ ഇതളിൻ്റെ ഉള്ളിലായിട്ട് 3 ലൈനായിട്ടാണ് കേട്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോണും കൂടെ അതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ കുറച്ച് ഗമ്മാക്കിയിട്ട് അതിൽ പെൻസിലിൻ്റെ തലപ്പുണ്ട്. പെൻസിലൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതാക്കിയാൽ അതിൻ്റെ സ്റ്റോൺ നമുക്ക് എളുപ്പത്തിൽ അതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒറ്റ ഫ്ലവർ ആകുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി അറിയില്ല. നമ്മളത് ഡ്രസ്സിലൊക്കെ ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് നല്ലോണം ഭംഗിയായിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റുക കേട്ടോ. ഇത് ആര്യവർക്കിൻ്റെ നീഡിലുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിക്കേറെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ നോർമൽ നീഡ് വെച്ചിട്ട് ബീഡ്സ് വർക്കിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം.